ഒരിക്കലൊരു മനോഹരമായ വീട് കണ്ട് ഹൃദയം കൊണ്ട് മൗനമായി ആ വീടിനോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്ര മനോഹരമായി നിൽക്കുന്നത്? ആ വീടെൻ്റെ ഹൃദയത്തോട് സംസാരിച്ചത്, ഞാനെന്ന വ്യക്തിയല്ല, ഞങ്ങൾ ഒരുപാട് പേർ ചേർന്നപ്പോഴാണ് ഇങ്ങനെ മനോഹരമായത്. എനിക്ക് ആശ്ചര്യമായി. ആ വീട് തൻ്റെ നിർമ്മാണഘട്ടത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നിർമ്മിതിക്ക് ആവശ്യമായ സാമഗ്രികൾ അവിടെ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവ എന്നോട് മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോഴാണ് മനോഹരമായ ഒരു നിർമ്മിതിയായി മാറിയത്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ദൃഢമാകണമെന്നുള്ളത് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ചെതറുന്ന ഈ കാലത്ത് ദൈവസ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവ കണ്ട് അവരുടെ ജീവിതവും ഇതുപോലെ ആകണമെന്നൊരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ജനിക്കും. നമ്മുടെ വീട്ടിൽ ലഭിക്കാതെ പോകുന്ന സ്നേഹം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്ത സ്നേഹം തേടിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായ മാർഗത്തിൽ തെറ്റായ സ്നേഹത്തിൻ്റെ പുറകെ പോകുന്നത്? നമ്മുടെ വീട്ടിൽ സ്നേഹിക്കാൻ നാം മറന്നു പോകുന്നു. നാം പരസ്പരം സ്നേഹിക്കാതിരിക്കുമ്പോൾ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, പരസ്പരം കരുതാതിരിക്കുമ്പോൾ വീട്ടിൽ ലഭിക്കാത്ത സ്നേഹം അവർക്ക് വെളിയിൽ ലഭിച്ചു തുടങ്ങും. അത് ഒറിജിനലായിരിക്കുകയില്ല. അവരുടെ ശരീരം ഉപയോഗിക്കുവാനും അവരുടെ പണം ഉപയോഗിക്കുവാനും അവരെ ഉപയോഗിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ അവരെ യൂസ് ചെയ്യുവാൻ വേണ്ടി അവരെ സ്നേഹിക്കുന്ന പോലെ നടിക്കും. അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടു എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം മുതൽ പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ദൈവസ്നേഹത്തിൽ ഹൃദയങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ഭാവി തലമുറ രാജ്യത്തിൻ്റെ ഭരണത്തെ തിരിക്കുന്നതും രാജ്യത്തിൻ്റെ ഭാവിയെ തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.